Welcome to Friday Coffee. ഇന്നലെ ആക്ച്വലി ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി വുഡ് ഹൗസ് കാണിച്ചു തരാൻ പറ്റില്ല. ടടാങ്, ഇതാണ് വുഡ് ഹൗസ്. ഞങ്ങൾ ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ആകെ ഇരുട്ടിപ്പോയി. അതുകൊണ്ട് എനിക്ക് വുഡ് ഹൗസിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ രാവിലെ ഈ വുഡ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു ഫീലാണെന്നറിയോ, ഒരു ഡിഫറെൻറ്റ് വൈബാണ്. ഇവിടെ ഒരു വുഡ് ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇത് ഓപ്പൺ ഡൈനിങ് ഏരിയ ആണ്. ഒരു പാർട്ടി ഹാൾ പോലൊക്കെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇന്നലെ ഡിന്നർ കഴിച്ച സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, ഈ ഇലയുടെ പുറത്ത് മൊത്തം മഞ്ഞാണ്. പക്ഷെ അത് ചെറുതായിട്ടേ ഉള്ളൂ. ഇവിടെ മൊത്തം കണ്ടില്ലേ, ഈ ഒരു മഞ്ഞ അലിയണമെങ്കിൽ ആ സൂര്യൻ മലയുടെ മണ്ടയിൽ നിന്ന് ഉദിച്ച് നിൽക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ മൊത്തം പിന്നെയും പച്ചപ്പാവും. രാവിലെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന ക്യാനിലെ വാട്ടർ, ഐസ് കട്ടെ. ഇന്നലത്തെ പാത്രം അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ബിലാഡി ഫൂൾസ്. I'm fine. How are you? It's good. It's what? Oh. എന്തിനാണോ ഉച്ച നോക്കുന്നത്? ഓരോരുത്തരായിട്ട് എണ്ണിച്ച് വരുന്നുണ്ട്. അത്യാ, you ready? അങ്ങനെ പതിയെ ഓരോരുത്തർ വരുന്നുണ്ട്. കുട്ടിയുടുപ്പൊക്കെ ഇട്ട് ഇതേ വരുന്ന കണ്ടില്ലേ. ഓ മൈ ഗോഡ്, ജാക്കറ്റൊക്കെ ഇട്ട് രാവിലെ ചൂട് കൊള്ളാനായിട്ട് എല്ലാവരും വന്നിരിക്കുന്നത്. ഓ സോ നൈസ്. Nathia, you were standing next to me. Okay. വ്ളോഗിനകത്ത് കയറാൻ, വീഡിയോക്കകത്ത് കയറാൻ വേണ്ടി. രാവിലെ ഞാനിവിടെ
നിങ്ങളെ കാണിച്ചത് വെള്ള കളറായിരുന്നു. ഇപ്പം കണ്ടില്ലേ നല്ല പച്ച കളർ. സൂര്യൻ വന്നു, അത് കഴിഞ്ഞ് ഇവിടുത്തെ സ്നോ എല്ലാം ഉരുകി പതിയെ ആൾക്കാരെല്ലാം എണീറ്റു. എല്ലാവരും ചൂടുകൊള്ളാനായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും കോഫിയും ചായയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ലോണിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം കരിയിലാണ്. ഒരു ഹോണ്ടഡ് ഫീലുണ്ട് ഈ ഒരു സൈഡ്. എന്തിനാണെന്ന് അറിയത്തില്ല. ഓക്കെ, whatever. ഇവരെല്ലാം രാവിലെ എണ്ണിച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് പേര് ഫോട്ടോയൊക്കെ എടുത്ത്. കുഞ്ഞു വെച്ചിനെ കണ്ടോ, പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുക. ഇറ്റ്സ് എ റിയലി ഗുഡ് ഫീലിംഗ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി. ഇത് പാസ്തയുണ്ട്, ആൻഡ് ഇത് ചിക്കൻ സാലഡാണ് ഇവിടുത്തെ, ആൻഡ് സോസേജ്. അങ്ങനെ സൂര്യ വെളിച്ചം അവിടെ വരെ എത്തി. ഇവിടെ എല്ലാം ഇരുണ്ട് തുടങ്ങി അല്ലേ, ഇരുണ്ട് തുടങ്ങി. അവർ പതിയെ തീ കൂട്ടി തുടങ്ങി. തണുപ്പ് ചെറുതായിട്ട് തുടങ്ങി. 11 ഡിഗ്രി ഉണ്ടായിരുന്നു രാവിലെയും ഉച്ചയ്ക്കൊക്കെ. ഇപ്പം അത് കുറഞ്ഞ് 6 അവിടെ വൈകിട്ടത്തെ ഡിന്നറിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Natia, როგორ ედროა ათარე? ჩვენიერი, ძალვაგად გავერთეთ, ცოტა კიციო, მაგრამ ასე თუ ისე მეგობრებთან ერთად ძალვაგარი იყო. ავი ჩაგეთვალა ის. როგორ ედროა ათარე? ყველაზე მაგარი დღეა ჩემს ცხოვრებაში. აჰა. ყველაზე საყვარელი ხალხი, ყველაზე მაგარი გარემო, მეტი რა გინდა ადამიანს, სხვა? სიმღერა და ცეკვა. მაგარია. მეგობრებთან ერთად სიმღერა და ცეკვა.
അങ്ങനെ ഈവനിങ് ആയി. Chicken. ചിക്കൻ ചീസ്. Chicken. Yeah, cheese. And here's chadi. Chadi ragadam. Chadi. Adi. Chadi. Icha. And this is tea. ഇന്നലെ ഞാനായിരുന്നു കുക്ക്, ഇന്ന് റുസ്തമാണ് കുക്ക്. വണ്ടിയൊക്കെ വന്നു, എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോകണം. നല്ല തണുപ്പുണ്ട്, രാവിലെ 6 ഡിഗ്രിയും കണ്ട രാവിലെ. നമ്മുടെ വണ്ടി താഴെ കിടക്കുന്നത്, നമ്മൾ താഴെ വരെ പോകണം. കാരണം ഇങ്ങോട്ട് മല കയറി വരാൻ ഓഫ് റോഡ് വണ്ടികൾ അല്ലെങ്കിൽ ഓഫ് റോഡ് ടയേഴ്സ് ഇട്ടുള്ള വണ്ടികളെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ 2 വണ്ടികളും മല കയറാൻ പറ്റത്തില്ല. കാരണം മഞ്ഞലിഞ്ഞിട്ട് മണ്ണെല്ലാം ചെളിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി എത്ര വലിച്ചാലും അത് പതിഞ്ഞേ പോകത്തുള്ളൂ. നമ്മൾ 3 ദിവസം നിന്ന് കോട്ടേജ് വിടാൻ പോവാണ്. വണ്ടർഫുൾ സ്റ്റേ. കുറച്ച് ടഫ് ടൈമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും സ്റ്റേയും എക്സ്പീരിയൻസും വേറെ ലെവലായിരുന്നു. ആക്ച്വലി നല്ലൊരു കോട്ടേജ് ആയിരുന്നു. രാവിലെ കുറച്ച് ചൂടും കുടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ മറ്റേ എന്താ പറയുക, തൊണ്ടയൊക്കെ പോയി കിടക്കുക തണുപ്പ് കാരണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് ചൂടുവെള്ളം തപ്പിയപ്പോൾ കിട്ടിയത് മൊത്തം ഐസാണ് ടാങ്കിനകത്ത് നിന്ന്. അങ്ങനെ വെള്ളം തപ്പിയെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ഡ്രൈവർ ചേട്ടൻ്റെ കൂടെ പോവാം. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കത്തില്ല. അതായത് ഇപ്പോൾ ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്ലീനാണ്. ഒരു മുട്ടുസൂചി ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെ പോയി വീണേ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ തണുപ്പായാലും ചൂടായാലും അത് ഒരേ ടെമ്പറേച്ചർ ആണെന്നാണ് ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? ഇതാണ് നമ്മൾ വന്ന വണ്ടി. മലയിലോട്ട് ഓടിച്ച് കയറ്റാൻ പറ്റാത്തതുകൊണ്ട്, കാരണം എൻ്റെ ടയറ് പുതയുന്നുണ്ടായിരുന്നു, ഓടിച്ച് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് താഴെ പാർക്ക് ചെയ്തേക്കാണ്. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ വുഡ് ഹൗസിനോടും ലേക്കിനോടും റാച്ച എന്ന ബ്യൂട്ടിഫുൾ സ്ഥലത്തിനോടും ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ടിബ്ലീസിലോട്ട് പോവുകയാണ്. ആൻഡ് റാച്ച എന്ന ട്രാവൽ സീരീസ്
പാർട്ട് 1 പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കാണുക. ആൻഡ് ഇനിയും ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് എൻ്റെ ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും. ആൻഡ് കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു സോ മച്ച്.